Hello everyone, welcome back to my YouTube channel Malayalam vlogger. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ആമസോണിൽ നിന്ന് വാങ്ങിച്ച വേറെ വലിയൊരു പെട്ടിയുടെ അൺബോക്സിങ്ങും ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈപോഡാണ്. അതായത് ക്യാമറയും മൊബൈലും ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഏകദേശം എൻ്റെ അത്രയും ഹൈറ്റിലൊക്കെ ഉള്ള ഒരു ട്രൈപോഡാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ വെച്ചിരിക്കുന്നത് ട്രൈപോഡിൻ്റെ പുറത്താണ്. അപ്പോൾ ഏകദേശം ആ ഹൈറ്റ് മനസ്സിലാവും. ഞാനിപ്പോൾ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തുമാത്രം ഹൈറ്റുള്ള ട്രൈപോഡായിരിക്കും എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം 152 അടി ഹൈറ്റ് ഉള്ള ഒരു ട്രൈപോഡാണ്. ഡിജിടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രൈപോഡാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം വെയിറ്റ് ചെയ്ത് തന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അതിനു മുമ്പായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൂട്ടുകാരൻ ജോയലിൻ്റെ കടയിലാണ് വന്നത്. അപ്പോൾ അവൻ്റെ കടയിൽ വെച്ച് അൺബോക്സ് ചെയ്യുന്ന ചെറിയൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സിൽ കണ്ടിട്ട് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ആ ഒരു ട്രൈപോഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന സാധനമായിരുന്നു. അപ്പോൾ അതെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പൊട്ടിയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ആ ഒരു വിഷയം മാത്രം, ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പൊട്ടി മീൻസ് ഈ കവർ ആരും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കവർ ഈ ഒരു ട്രൈപോഡ് ഒരു ബാഗിൻ്റെ അകത്താണ് വരുന്നത്. ആ ബാഗിൻ്റെ അകത്തു നിന്ന് മാറി ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് ഈ ഒരു സാധനം കിടന്നിരുന്നത്. അപ്പോൾ ഇത് നേരത്തെ ആരോ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഇത് പൊട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സാധനം പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വന്നു കഴിയുമ്പം ഈ ഒരു സാധനം പൊട്ടിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ അടിച്ചിട്ട് വേറെ റീപ്ലേസ്മെൻറ്റ് എടുക്കുക, അത് ചെയ്യുക. ഓവറോൾ അല്ലാത്ത നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രൈപോഡാണ് ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചെറിയൊരു അൺബോക്സിങ് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. നിവർത്താൻ ലോക്കൊക്കെ താഴ്ത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിന് ഏകദേശം എൻ്റെ അത്രയും പൊക്കമുണ്ട്. ഇതിന് ഏകദേശം എൻ്റെ അത്രയും തന്നെ പൊക്കമുള്ളൊരു ട്രൈപോഡാണിത്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 5 kg ആണ്. അതുപോലെ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.57 feet ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 615 mm ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1.2 kgs ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഓവറോൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ 3-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ സംഭവം തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ സാധനം തിരിച്ചു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ക്വിക്ക് റിലീസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സാധനം ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുക്കാവുന്നതാണ്. കണ്ടോ, ഈസി ആയിട്ട് നമുക്കിത് ഈ ഒരു സാധനം ഊരിയെടുക്കാവുന്നതാണ്. ഈ ഒരു മൊബൈൽ മൗണ്ട് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ അല്ല, മീൻസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു മൗണ്ടൊന്നും വരുന്നില്ല, ഇത്രയും ഹെഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ചെരിച്ച് വെച്ച് ഈ ഒരു മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഏകദേശം എൻ്റെ അത്രയും തന്നെ പൊക്കമുണ്ട്. അതായത് ഇത്രയും ഹൈറ്റിലിരുന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പീസൊക്കെ എന്ന് പറയുന്നത് അലൂമിനിയം എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ്. അടിയിലൊരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ അകത്തൊരു 5 kg വരെയുള്ള ഒരു ക്യാമറ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ഡിജിടെക് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. ഡിജിടെക്കിൻ്റെ DTR 550 LW എന്നാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ആക്സസറീസ് ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ച നമ്മുടെ ഈ ഒരു ട്രൈപോഡ് ഉണ്ടല്ലോ, ഈ ഒരു ട്രൈപോഡിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്ററാണ്. അതുപോലെ തന്നെ പ്രൈസിങ് അത്യാവശ്യം ഓക്കെയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു സാധനം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം എവിടെ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുന്നതല്ല, ഇത് ഒടിഞ്ഞു തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇത് ഇരുന്നത്
എവിടെയായിരുന്നു, ഇവിടെ ആയിട്ടാണ് ഈ ഒരു സംഭവം ഇരുന്നത്. ഇത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടാനുള്ള സാധനമാണെന്ന് തോന്നുന്നു ഈ ഒടിഞ്ഞിരിക്കുന്നത്. അത് അത്ര വലിയ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് അല്ല, അതുകൊണ്ടാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഓവറോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരു യൂട്യൂബർക്ക് പറ്റിയൊരു ട്രൈപോഡാണ് ഈ ഒരു ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒടിഞ്ഞു പോയ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഞാനിത് റീപ്ലേസ് ചെയ്യുമായിരിക്കും. എനിക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റീപ്ലേസ് ചെയ്യാൻ ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ കുറേ പേര് അങ്ങനെ ഒടിച്ചു പോയ ഇഷ്യൂസൊക്കെ കണ്ടിരുന്നു. എങ്കിലും ഈ ഒരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത്രയും ഹൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കേണ്ടാവും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും ഒരു 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 പെട്ടെന്നുള്ളൊരു ഔട്ട്ലുക്കൊക്കെ പറയുകയാണെങ്കിൽ. ഇനി ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുകൂടെ തന്നെ നമ്മുടെ കുഞ്ഞ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും, ഫസ്റ്റ് ഇംപ്രഷനൊക്കെ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് അവരോട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും പിന്നെ ചെറിയ ചെറിയ ഡിഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊട്ടിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ട്രൈപോഡ് തന്നെയാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ട്രൈപോഡ് ഇവിടെ ഈ ബാക്കിലിരിക്കുന്നുണ്ട്. പക്ഷേ അത് വാങ്ങിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ആ സാധനം പോയി. പക്ഷേ ഇതങ്ങനെ തോന്നുന്നില്ല, കാരണം ഇതൊരു അലൂമിനിയം ബിൽഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 1300 രൂപ അടുത്താണ് റേറ്റ് വന്നത്. ഞാൻ ഫാസ്റ്റ് ഡെലിവറി കൊടുത്ത് 2 ദിവസം കൊണ്ട് ഡെലിവറി കൊടുത്തെടുത്തവണ ഒരു 80 രൂപ എക്സ്ട്രാ വന്നു, ഞാൻ പ്രൈം മെമ്പർ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു ചെറിയൊരു ട്രൈപോഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രൈപോഡ് തീർച്ചയായിട്ടും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമറയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 5 കിലോ ആണ്. അപ്പം ഒരു പ്രൊഫഷണൽ ക്യാമറയും വെക്കാവുന്ന ഒരു ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എന്തായാലും ഉപയോഗിച്ചേക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു കാണാതെ കിഡ്സ് മീ യോ മല്ലു വ്ളോഗർ സൈനിങ് ഓഫ്.